ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ബൈബിൾ സ്റ്റഡി ആയിട്ടാണല്ലോ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. വചനം കാതുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ട് ശ്രദ്ധിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് മനസ്സൊരുക്കം തരേണ്ടതിനായിട്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഈ പഠനത്തിലേക്ക് കടക്കാം. വേദപുസ്തകത്തിലെ 65-ാമത്തെ പുസ്തകമായ യൂദായുടെ ലേഖനമാണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നത്. യൂദായുടെ ലേഖനം 25 വാക്യങ്ങൾ മാത്രമുള്ള ഒരധ്യായം മാത്രമുള്ള ഒരു ചെറിയ ലേഖനമാണ്. യൂദാ ഈ ലേഖനം AD 67 കാലഘട്ടങ്ങളിലാണ് ഈ ലേഖനം രചിക്കുന്നത്. കാരണം ആ സമയമായപ്പോൾ തന്നെ 1-ാം നൂറ്റാണ്ടിൻ്റെ ആ അവസാന കാലഘട്ടങ്ങളിൽ തന്നെ ദുരുപദേശവും തെറ്റായ വിശ്വാസവും വിശ്വാസത്യാഗവും സഭയിലേക്ക് കടന്നു വന്നിരുന്നു. ഇതിനെതിരായി യൂദായെ പോലെ അപ്പസ്തോലനായ വിശുദ്ധ പത്രോസ്, പൗലോസ്, യോഹന്നാൻ എന്നിവരൊക്കെ ഇതിനെതിരെ പ്രബോധിപ്പിക്കുന്നുണ്ട്. പത്രോസിൻ്റെ 2-ാം ലേഖനം ഇതിനെതിരെയുള്ളൊരു പ്രബോധനവും ഒരു വാണിങ്ങുമാണ്. യോഹന്നാൻ്റെ 1, 2, 3 ലേഖനങ്ങൾ ഇതിനെതിരെയുള്ള വാണിങ്ങാണ്. യോഹന്നാനും തൻ്റെ ലേഖനത്തിലൂടെ സഭയെ പ്രബോധിപ്പിക്കുക, ബി അവെയർ, ഉണർന്നിരിപ്പിൻ, ജാഗ്രതയോടെ ഇരിപ്പിൻ എന്നൊക്കെ പറഞ്ഞ് പ്രബോധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദുരുപദേശത്തിനും ദുരുപദേഷ്ടാക്കന്മാർക്കും തെറ്റായ വിശ്വാസവും വിശ്വാസത്യാഗത്തിനൊക്കെ എതിരായി ശക്തമായിട്ട് എഴുതിയ 25 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും വളരെ ശക്തമായ വാക്യങ്ങളിലൂടെ യൂദാ എഴുതിയ ലേഖനമാണ് ഈ ലേഖനം. നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ ലേഖനം. ഈ ലേഖനത്തിൻ്റെ പൊതുവിലുള്ള ഒരു തീം എന്ന് പറഞ്ഞാൽ ദുരുപദേശത്തെയും വിശ്വാസത്യാഗത്തെയും ജയിക്കുക. അതാണ് അതിൻ്റെ ഓവർകമ്മിങ് ദ അപ്പോസ്റ്റസി ആൻഡ് ഫോൾസ് ടീച്ചേഴ്സ്. അതാണ് അതിൻ്റെ 25 വാക്യങ്ങളുടെ മൊത്തമായ ഒറ്റ വാക്കിൽ എന്താണ് ഇതിൻ്റെ തീം എന്ന് ചോദിച്ചാൽ ദുരുപദേശത്തെയും വിശ്വാസത്യാഗത്തെയും ജയിക്കുക. അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയുക, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. യൂദാ പറയുക, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി, വിശുദ്ധന്മാരായ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തെ വീഴാതെ വണ്ണം, നഷ്ടപ്പെടാതെ വണ്ണം സൂക്ഷിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായ യൂദാ തനി ലേഖനം സഭയ്ക്ക് എഴുതുകയാണ്. കാരണം ഇത് ഒരിക്കലായി ലഭിച്ച വിശ്വാസമാണ്, ഒരിക്കലായി ലഭിച്ച ഉപദേശമാണ്. ഈ ഉപദേശത്തിന് കാലത്തിൻ്റെ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവില്ല, കാലത്തിനനുസരിച്ച് മാറ്റമില്ല. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം പ്രിയ ലിനു ബ്രദർ എന്നോടിങ്ങനെ പറഞ്ഞു, ഒരു ദേവദാസൻ ഒരു പുസ്തകം തനിക്ക് തന്നു. ആ പുസ്തകം താനിങ്ങനെ കാഷ്വലായിട്ടിങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ ആ പുസ്തകത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും കാൽവരി മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും രക്ഷയെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒപ്പം അതിനോട് മറ്റൊന്നും കൂടെ ചേർത്ത് എഴുതിയിട്ടുണ്ട്. ദുരുപദേശം
അല്ലെങ്കിൽ ഫോൾസ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് തിരുവചനത്തിന് ഘടകവിരുദ്ധമായ ഔട്ട്റേജസ് ആയിട്ടുള്ള ടീച്ചിങ് ഒന്നും ആയിരിക്കില്ല. അങ്ങനെ ആയിരിക്കില്ല. കാരണം അല്ലെങ്കിൽ സാത്താൻ വളരെ കണ്ണിങ്ങാണ്. ഹല്ലേലൂയ. ആ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ സത്യങ്ങളുണ്ട്. സത്യമല്ലേ പറയുന്നത്? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, രക്ഷ, പ്രത്യാശ, ഇതേക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനോട് ഒന്നും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതാണ് അങ്ങനെയാ ദുരുപദേശവും ദുരുപദേഷ്ടാക്കന്മാരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടേ അറിയാം, അവരുടെ പ്രസംഗങ്ങളിൽ എല്ലാം ഉണ്ട്. എവറിഥിങ് ഈസ് ദെയർ. നമ്മൾ ഈ കളറ് ഇത് വൈറ്റ് ആണ് അല്ലേ? വൈറ്റും എൻ്റെ ഷർട്ട് ഏകദേശം ഒരു ഓഫ് വൈറ്റ് ആണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയെങ്കിലേ അത് രണ്ടിൻ്റെയും കളറ് വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ അകലെ നിന്ന് നോക്കിയാൽ രണ്ടും ഒരുപോലെ ഇരിക്കും. ഇങ്ങനെയാ ഫോൾസ് ടീച്ചിങ്ങും. നമ്മൾ വെൻ ഇറ്റ് കം ക്ലോസർ ടു ദ വേർഡ് ഓഫ് ഗോഡ്, നമുക്ക് എത്രത്തോളം ദൈവവചനവുമായിട്ട് ബന്ധമുണ്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് രണ്ടും രണ്ടാണ്. അതാണ് ഈ വചന പഠനത്തിൻ്റെയും ഒക്കെ ആവശ്യകത. ഹല്ലേലൂയ. കാരണം ഈ അന്ത്യകാലത്തിൻ്റെ പ്രിയരെ നമ്മുടെ ഈ വിരുദ്ധ തെറ്റിക്കാനായിട്ട് സാത്താൻ ഏത് രീതിയും ഏത് മാർഗവും ഉപയോഗിക്കും. നമ്മൾ ഈ ഓട്ടം ഓടി തീർക്കരുത്. കാരണം അവനറിയാം ഇത് ഓടി തീർത്താൽ ലഭിക്കുന്ന പ്രതിഫലം എന്തെന്ന്. കാരണം നഷ്ടപ്പെട്ടത് അവന് അല്ലേ? നഷ്ടപ്പെട്ടത് വലിയതല്ലെങ്കിൽ അവൻ ഇത്രയും ബുദ്ധിമുട്ടത്തില്ല നമ്മളെ എത്തിക്കാതിരിക്കാനായിട്ട്. അവനറിയാം എന്താ നമുക്ക് ലഭിക്കാൻ പോകണമെന്നുള്ളത്. അത് നമുക്ക് ലഭിക്കരുത്. അതുകൊണ്ടാ താൻ സകല വിധവും ഉപയോഗിച്ച് നമ്മളെ വീഴിക്കാൻ നോക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ യൂദാപ്പസ്തോലൻ സഭയെ നോക്കി വളരെ ആത്മഭാരത്തോടെ അവരെ ഉപദേശിക്കുക. തെറ്റിപ്പോകരുതേ, വീണു പോകരുതേ, തെറ്റായ ഉപദേശത്തിലേക്ക് പോകരുതേ, ഈ വിശ്വാസത്തെ മുറുകെ പിടിച്ചോണേ. യൂദാപ്പസ്തോലൻ പറയുന്നുണ്ട്, ചിലർ സ്നേഹസദ്യകളിൽ മറഞ്ഞിരിക്കുന്ന പാറക്കഷണങ്ങളാ, അവരെ തിരിച്ചറിയണം. നമുക്കറിയാമല്ലോ, ചിലരൊക്കെ സ്നേഹസദ്യകളിൽ അവര് മറിഞ്ഞിരുന്ന് നമ്മൾ അറിഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പം നമ്മളത് വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കണം, ഉണർന്നിരിക്കണം, സോബറായിട്ടിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ഈ വിശ്വാസത്തിനു വേണ്ടി പോരാടി യൂദാപ്പസ്തോലൻ ഈ ലേഖനം എഴുതുക. അതെന്താ ബ്രദറെ, ഈ വിശ്വാസത്തിന് വേണ്ടി ഇത്ര പോരാടേണ്ടതിന്റെ ആവശ്യകത എന്താ? അതിന്റെ 3-ാം വാക്യം നോക്കിക്കേ. അവർ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. കാരണം ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. കാരണം നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തി എന്ന് പറയുമ്പോൾ സെക്ഷുവൽ ഡിസോർഡർ മാത്രമല്ല, അത് നമ്മുടെ റോങ് ഡിസയേഴ്സ്, നമ്മുടെ ഡിസയറും നമ്മുടെ ആഗ്രഹവും നമ്മുടെ ഇഷ്ടവും ആ നിത്യതയായിരിക്കണം. അതിൽ നിന്ന് മാറി ഈ ലോകത്തിലേക്ക് നമ്മളെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ കോട്ടിക്കളയുന്ന നിലയിലുള്ള ആ ഡിസയേഴ്സ്, അതിനെയൊക്കെ ചേർത്ത അപ്പോസ്തലനായ യൂദാ പറയുന്നത് ദുഷ്കാമവൃത്തിക്ക്, ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. അത് മാത്രമല്ല, രണ്ടാമത് പറയുക, ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നു. ഹല്ലേലൂയ. ഏകനാഥൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ ചൊരിഞ്ഞ കാൽവരി യാഗത്തെ നിഷേധിക്കുന്നു. എൻ്റെ പ്രിയരെ, സുവിശേഷം എവിടെ പ്രസംഗിക്കപ്പെടുന്നോ അവിടെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കണം. അതാണ് സുവിശേഷം. വേറെ എന്തു പറഞ്ഞാലും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഉയർത്തുന്നില്ലെങ്കിൽ അതല്ല. അത് നാം മനസ്സിലാക്കിയിരിക്കണം. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. കാരണം നമുക്കാർക്കും മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റാതെ ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന രഹസ്യമായത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിലൂടെ താൻ പണിയുന്ന സഭ നാം ഓരോരുത്തരും.
ഹല്ലേലൂയ. പക്ഷെ അതിനാർക്കും മനസ്സിലായി, പഴയ നിയമശുദ്ധന്മാർക്ക് പോലും മനസ്സിലായില്ല. ചെറിയ ഗ്ലിംസസ് ഒക്കെ അവർക്കുണ്ടായിരുന്നു, പക്ഷെ പൂർണ്ണമായിട്ട് മനസ്സിലായില്ല കർത്താവിൻ്റെ. എൻ്റെ പ്രിയരെ, അതാ ഞാൻ സഭയെന്ന് വെച്ചാൽ എന്താ, നാം ആരാ, നമുക്ക് വെച്ചിരിക്കുന്ന പദവി എന്താ? ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ സഭ, അതിനെ എൻ്റെ വാക്കുകൾ കൊണ്ട് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. സഭ എൻ്റെ മരണശേഷം ഞാൻ എങ്ങോട്ടാ പോകുന്നേ? നമ്മൾ ഈ സഭയുടെ മക്കളല്ലേ, നമ്മൾ ഈ സഭയുടെ അംഗമല്ലേ. ഹല്ലേലൂയ. ഇതിനാൽ നാം നിറയുമ്പോഴാ എൻ്റെ പ്രിയരെ നമുക്ക് ഈ ലോകത്തിലൊക്കെ ഇതിനെയൊക്കെ ചപ്പുന്നും ചവറൊന്നും ഇതിൻ്റെ നടുവിൽ നമുക്ക് ജയാളിയായി നിൽക്കാൻ പറ്റുന്നത്. ദൈവം എന്നെ വിളിച്ചു, ഞാൻ വേറൊരു അവിടെ തുടർന്ന് പഠിക്കും. ദൈവം ക്രിസ്തുയേശുവിൽ നമ്മൾ കാക്കപ്പെട്ടിരിക്കുന്നവരാ. ഇവിടെ ഇരിക്കുന്നവർ ക്രിസ്തുയേശുവിൽ കാക്കപ്പെട്ടിരിക്കുന്നവരാ. ഹല്ലേലൂയ. മൂന്നാമത് പറയുക, നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. ആർക്കും മനസ്സിലാകാത്ത നിലയിൽ ക്രെപ്റ്റിൻ, നുഴഞ്ഞു വന്നിരിക്കുന്നവർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്നേഹസദ്യകളിൽ മറഞ്ഞിരിക്കുന്ന പാറക്കഷ്ണങ്ങളെ പോലെ കടന്നു വന്നിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അവരെന്താ ചെയ്യുക? They turn the grace to their personal interest. ദൈവത്തിൻ്റെ കൃപയെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറിച്ച് കളയുന്നു. ഇതിൻ്റെ നടുവിൽ വിശ്വസ്തയോടെ നമുക്ക് നിൽക്കണമെങ്കിൽ, ഹല്ലേലൂയ, അതിനാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. യൂദാ അപ്പസ്തോലൻ നമ്മളോട് പ്രബോധിപ്പിക്കുന്ന കാര്യം, പ്രത്യേകിച്ച് അന്ത്യകാലത്ത്, ഇത് അന്നേ തുടങ്ങി. അപ്പസ്തോലനായ പത്രോസ് 2-ാം അധ്യായം 2 പത്രോസിന്റെ ലേഖനത്തിൽ പ്രവചിച്ചു വരും. യൂദാ ഇത് എഴുതാൻ തുടങ്ങിയപ്പം ഓൾറെഡി വന്ന്. അതാ ഉടനെ യൂദാ പറയുന്നുണ്ട്, ശരിക്കും ഞാൻ ഒരു സുവിശേഷം എഴുതാനാ, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങളോട് അറിയിക്കാനാ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഗൈഡ് ചെയ്തത് അതിനെക്കുറിച്ചല്ല. കാരണം ഈ രക്ഷിക്കപ്പെട്ടവർ നിലനിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രിയരെ. രക്ഷ മാത്രമല്ല, രക്ഷയിൽ നിലനിൽക്കണം. ഈ ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ലഭിച്ച രക്ഷയിൽ നിലനിൽക്കണം. എത്രയോ പേർ ഓടി പട്ടുപോയ പോർക്കളത്തിലാ. എത്രയോ നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയ സഭാ നേതാക്കന്മാരുടെ ഇപ്പോഴത്തെ ട്രാക്ക് നോക്കിയാൽ എത്രയോ പേരാ പോയത്, എത്രയോ പേരെയാ കോട്ടിക്കളഞ്ഞത്, എത്രയോ പേരെയാ പിശാച് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയത്, തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ലോകത്തിന് അനുരൂപരാക്കിപ്പെടുത്തിയത്. അതുകൊണ്ട് യൂദാ നമ്മളോട് ആഹ്വാനം ചെയ്യും, ബി കെയർഫുൾ, ജാഗ്രതയോടെ ആയിരിക്കണം. ആ നിലയിൽ നമ്മളെ ശക്തിപ്പെടുത്താനായിട്ടാ. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഞാൻ വിശ്വസിക്കുന്ന ഈ ദോഹയിൽ നമ്മളെ ഈ സത്യ ഉപദേശത്തിൻ്റെ, ഈ പഥ്യ ഉപദേശത്തിൻ്റെ കാവൽക്കാരന്മാരായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. വി ആർ ദ ഗേറ്റ് കീപ്പേഴ്സ്. ഹല്ലേലൂയ. കർത്താവ് ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ, ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ, അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അവനെപ്പോഴും നമ്മളെ വിശ്വസ്തയോടെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ആശ്വാസമാ, അത് നമുക്ക് ബലമാ, വീഴാതെ നമ്മളെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നമ്മളെ പേടിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഇത്ര വലിയ രക്ഷ ലഭിച്ചിട്ട് നാം ഗണ്യമാക്കാതെ ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് ആരും കാണാതെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ പാപത്തിന് ദാസനായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ ഈ നായകൻ, ഈ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല എന്നൂടെ ഓർത്തോണം. കാണുന്നുണ്ട്. നമ്മളെ കാക്കുക മാത്രമല്ല, നമ്മൾ ചെയ്യുന്നതും അവൻ അറിയുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദുരുപദേശത്തിനെതിരെ ശക്തമായിട്ട് യൂദാ അപ്പസ്തോലൻ എഴുതുന്ന ലേഖനമാണ് ഈ യൂദായുടെ 25 വാക്യങ്ങൾ മാത്രമുള്ള ഈ ചെറിയ പുസ്തകം. ഇതിൻ്റെ വിഭജനം ഞാനൊന്ന് പറഞ്ഞ് മുൻപോട്ട് നമുക്ക് ഈ എഴുത്തുകാരനെ കുറിച്ചും ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് അല്പം ചിന്തിച്ച് നമുക്ക് ഈ പഠനത്തിലേക്ക് കിടക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, 25 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ അധ്യായമാണ്, ഒറ്റ അധ്യായം മാത്രം. ഇതിൻ്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്, ആമുഖമാണ്. 1-2 വാക്യങ്ങൾ ഒരാമുഖമാണ്. 3-4 വാക്യങ്ങൾ ഒരു വാണിംഗാണ്, മുന്നറിയിപ്പാണ്. പോരാടണം,
എന്ന് പ്രബോധിപ്പിക്കുന്നു. ചില മനുഷ്യർ നുഴഞ്ഞു വന്നിട്ടുണ്ട്, ബി കെയർഫുൾ. ഇതെല്ലാം വാണിംഗ്, നമുക്ക് ഇരുന്ന് മുന്നറിയിപ്പാണ്. അതാണ് അതിൻ്റെ 3-4 വാക്യങ്ങൾ. 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം താൻ മുന്നറിയിപ്പ് നൽകാനുള്ള കാരണം എന്താ, തൻ്റെ ആർഗ്യുമെന്റ് എന്താ, തൻ്റെ നിലപാടെന്താ, എന്തുകൊണ്ട് നാം ഇപ്രകാരം വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം എന്ന് യൂദ അവിടെ വിവരിക്കുകയാണ്. 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ യൂദായുടെ നിലപാട്. 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രബോധനമാണ്, ഒരു അഡ്മോണിഷൻ. 4 ഭാഗങ്ങളായി ഈ ലേഖനത്തിനുള്ളത്. ഒരു ഇൻട്രൊഡക്ഷനും ഒരു മുന്നറിയിപ്പും, പിന്നെ യൂദാ തൻ്റെ നിലപാടും പറയിക്കുന്നു, ഒപ്പം ഒരു ദൈവമക്കൾക്കുള്ള ഒരു പ്രബോധനവും. കാരണം അതിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് പറയുമ്പോൾ ഒരു ശക്തമായ പ്രബോധനം യൂദാ നൽകി. ഈ തരത്തിൽ, ഈ നിലയിൽ നിങ്ങൾ ജീവിക്കുന്നില്ല എങ്കിൽ വഴിതെറ്റാൻ സാധ്യതയുണ്ട്, നിങ്ങളെ വിരുദ് തെറ്റിപ്പാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെയൊരു ശക്തമായ പ്രബോധനവും നൽകിയാണ് 24-ാം വാക്യത്തിൽ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. അപ്പൊ വീഴാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. ഇതാണ് അതിൻ്റെ പുസ്തകത്തിൻ്റെ വിഭജനം. എഴുത്തുകാരൻ, അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ആരെഴുതി? യൂദാ. അവിടെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരൻ. എന്ത് രസമായിട്ടാ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെയാണോ ഇവിടെ യൂദാ അപ്പോസ്തലൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ യാക്കോബിൻ്റെ സഹോദരൻ. നമ്മളാണ് എന്ത് പറഞ്ഞായിരുന്നു? യേശുക്രിസ്തുവിൻ്റെ സഹോദരൻ, യാക്കോബിൻ്റെ യേശുക്രിസ്തുവിൻ്റെ സഹോദരൻ. അതാണ് കൃത്യമായ വെളിപ്പാട് ലഭിച്ചവൻ. യാക്കോബ് എന്താ തന്നെ കുറിച്ച് എഴുതുന്നത്? യാക്കോബിൻ്റെ ലേഖനത്തിൽ നോക്കിക്കേ. യാക്കോബിൻ്റെ ലേഖനം എഴുതി. യാക്കോബും യേശുവിൻ്റെ സഹോദരനായിരുന്നേ. യൂദായും യേശുവിൻ്റെ സഹോദരൻ. യാക്കോബ് ദൈവത്തിൻ്റെ കർത്താവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ്. ഇങ്ങനെയാ തന്നെ പരിചയപ്പെടുത്തുന്നത്. കർത്താവിൻ്റെ ഡുലോസ്, കർത്താവിൻ്റെ ദാസൻ, യാക്കോബിൻ്റെ സഹോദരൻ. ഹല്ലേലൂയ. ഈ ന്യൂ ടെസ്റ്റ്മെന്റ് നമുക്ക് എത്ര പുസ്തകങ്ങളുണ്ട്? 27 പുസ്തകങ്ങളല്ലേ? എത്ര എഴുത്തുകാരുണ്ട്? 8 എഴുത്തുകാരുള്ള. ഇതിൽ 4 പേര് അപ്പസ്തോലന്മാരാ. ആരൊക്കെയാ? മാത്യു, പീറ്റർ, ജോൺ, പോൾ, പൗലോസ്, യോഹന്നാൻ, പത്രോസ്, മത്തായി. ബാക്കിയുള്ള 4 പേരിൽ 2 പേര് ശിഷ്യന്മാരായിരുന്നു. ഈ അപ്പസ്തോലന്മാരുടെ ശിഷ്യന്മാരായിരുന്നു. മർക്കോസ്, ലൂക്കോസ്. മർക്കോസ് പത്രോസിൻ്റെയും ലൂക്കോസ് പൗലോസിൻ്റെയും ശിഷ്യനായിരുന്നു. യാക്കോബും യൂദായും യേശുവിൻ്റെ സഹോദരന്മാർ. ഇങ്ങനെയാണ് 8 പേര് ചേർന്നാണ് 27 പുസ്തകങ്ങൾ ഇനി പുതിയ നിയമത്തിൽ എഴുതുക. ഈ യേശുവിൻ്റെ സഹോദരന്മാർ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിച്ചു നോക്കിയാൽ, യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇവർ തൻ്റെ യേശുവിൻ്റെ ജീവിച്ചിരുന്നപ്പോൾ കർത്താവിൽ വിശ്വസിച്ചിരുന്നില്ല. 7:5 അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. കാരണം കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഈ സഹോദരന്മാരാരും കർത്താവിനെ, യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ യാക്കോബിനെ വെളിപ്പെട്ട് കിട്ടിയപ്പോൾ, കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തനിക്ക് മനസ്സിലായി താൻ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന തന്റെ ചേട്ടനല്ല, ഇത് സാക്ഷാൽ രക്ഷകനായ ദൈവപുത്രനാണെന്ന് മനസ്സിലായി യാക്കോബിന്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അന്നേരം യൂദായും ഉണ്ടായിരുന്നിരിക്കാം. അതിനുശേഷം അവര് കർത്താവിനെ തൻ്റെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് ദാസന്മാരായി തീരുന്നത്. ഹല്ലേലൂയ. മർക്കോസിൻ്റെ കർത്താവിന് എത്ര സഹോദരന്മാരുണ്ട്? 4
സഹോദരന്മാരുണ്ട്, സഹോദരിമാർ. മർക്കോസിൻ്റെ, ഞാനത് വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 6:3 നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 6:3 കർത്താവിന് 4 സഹോദരന്മാരും യോസെഫ്, യൂദ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ സഹോദരിമാരും എന്തോ വായിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 2 സഹോദരിമാരെങ്കിലും ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ പക്ഷെ ഇവര് എല്ലാവരും കർത്താവിൽ വിശ്വസിച്ചു എന്ന് നമുക്കറിയാം. അതെവിടെയാണ് ബ്രദറെ? അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വന്നാൽ നമ്മൾ എന്തായാലും ഈ ലേഖന കർത്താവിനെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് ഞാൻ അതുകൊണ്ട് എന്ന് പറയാം. അപ്പോസ്തല പ്രവൃത്തികളിൽ 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ നാം അതിനൊരു റെഫറൻസ് കിട്ടുന്നുണ്ട്. 1:14 ആക്ട്സ് ഓഫ് ദ അപ്പോസ്തൽ 1:14 അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അത് മാത്രമല്ല, ഇവര് മിനിസ്ട്രിയിൽ വളരെ ആക്റ്റീവായിരുന്നു. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നോക്കിക്കേ. 1 കൊറിന്ത്യൻസിൽ 9-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നോക്കിയാൽ അപ്പസ്തോലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ. അവർ ആക്റ്റീവ് മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നു, കർത്താവിൻ്റെ സഹോദരന്മാർ. ഓൾ ഓഫ് ദം വെർ ദേർ. ഇതാണ് യൂദയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം. കാരണം നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് അധികം അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. കർത്താവിൻ്റെ യേശുവിൻ്റെ സഹോദരന്മാരിൽ ഒരുവനായിരുന്നു യൂദ. എന്തുകൊണ്ട് എഴുതി അല്ലെങ്കിൽ എഴുതാനുണ്ടായ പശ്ചാത്തലം ഞാൻ കുറച്ച് തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു. വിശ്വാസത്യാഗികളുടെ വർധന യൂദാ അപ്പോസ്തലൻ കാണുകയാണ്. തെറ്റായ ഉപദേശം. യോഹന്നാൻ്റെ ലേഖനമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട്, സെരിന്തോസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. തൻ്റെ ഉപദേശം കർത്താവിനെ കുറിച്ച് പറയുന്നത് ക്രിസ്തു അല്ല, ഇവൻ രക്ഷകനല്ല, ഇതൊരു ഫാൻറ്റം സ്റ്റോറിയാണെന്നൊക്കെ അന്ന് നിലവിൽ വന്നു. എപ്പോഴേ കർത്താവ് മരിച്ച് ഏകദേശം 3 decades ആകുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയുള്ള സ്റ്റോറികൾ വന്നു, ദുരുപദേശം വന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ ചിന്തകൾ, ഈ നവീന ചിന്താഗതികളെല്ലാം സഭയിലേക്ക് കടന്നു വന്നു, വിശ്വാസികളുടെ ഇടയിലേക്ക് കടന്നു വന്നു. എബ്രായ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത് എന്തിന്റെ പേരിലാ? വിട്ടുപോകുന്നതിലേക്ക് തിരിച്ചു മടങ്ങിപ്പോകുന്ന എബ്രായ വിശ്വാസികളെ കണ്ട അപ്പോസ്തലൻ എഴുതുക അല്ലേ? സഭയും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വിട്ടുപോകുന്ന, ദൈവത്തോട് ചേർന്ന് അവർ തിരിച്ചു പോകാൻ തീരുമാനിക്കുക. അപ്പോൾ അത് അന്നേരേ ഉണ്ട്. ഹല്ലേലൂയ. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാൽ പത്രോസ് അപ്പോസ്തലൻ വാൺ ചെയ്യുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. 2 പത്രോസിന്റെ ലേഖനം, എന്നാൽ കള്ളപ്രവാചകൻ, 2 പീറ്റർ 2:1-2 എന്നാൽ കള്ളപ്രവാചകന്മാരും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദുരുപദേഷ്ടാക്കൾ ഉണ്ടാകും. അവർ നാശകരമായ ദുരുപദേശങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും, ഭാവിയിൽ വരും എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. ഹല്ലേലൂയ. യൂദായുടെ ലേഖനമായപ്പോൾ വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഈ പരിഹാസികൾ അന്ത്യകാലത്ത് വരുമെന്ന് പറയുന്നുണ്ട്. 2 പത്രോസിന്റെ 3-4 വാക്യത്തിൽ പരിഹാസികൾ വരും പ്രിയരെ. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ പ്രിയരെ? ഇപ്പോൾ അല്ലേ? എത്ര അധികമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയരെ, ഇതിൻ്റെ നടുവിൽ നമുക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് വചനത്താലുള്ള ബലം ലഭിച്ചാലേ പറ്റുള്ളൂ. ഇല്ല, നമ്മൾ വീണു പോകും. പറ്റില്ല പ്രിയരെ, പറ്റില്ല. വചനത്താൽ നമ്മൾ ബലപ്പെടണം. ചില സമയങ്ങളിലൊക്കെ നമുക്ക് തോന്നാറുണ്ട് ഈ വചനമൊക്കെ എഴുന്നേറ്റ് നമ്മളോട് സംസാരിക്കുന്നതായിട്ട്. ഈ വചനം ആഹരിച്ചെങ്കിൽ മാത്രമേ, വചനം ആഹാരമാക്കിയെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ, അല്ലാതെ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് വെച്ചിരിക്കുന്ന പ്രത്യാശ, നമുക്ക് വെച്ചിരിക്കുന്ന ആ വിരുദ് എത്ര ശ്രേഷ്ഠമാണെന്നും
എത്ര പ്രഷ്യസ് ആണ് അതൊക്കെ. അതുകൊണ്ടാണ് ഈ നമ്മുടെ കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ വിലയേറിയ മുത്ത്, ഹല്ലേലൂയ, തനിക്കുള്ളതെല്ലാം വിറ്റ് അതിനെ വാങ്ങി. ഹല്ലേലൂയ, തനിക്കുള്ളതെല്ലാം വിറ്റ് അതിനെ വാങ്ങി. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലും ആ നിലയിൽ. അതുകൊണ്ടാ എൻ്റെ പ്രിയരെ ഈ ഒരു വെളിപ്പാട് കിട്ടിയവരാ യൂറോപ്പിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് കർത്താവിനെ സ്നേഹിച്ച്, വചനത്തെ സ്നേഹിച്ച്, ഇന്ത്യയെ സ്നേഹിച്ച് നമ്മുടെ നാട്ടിലൊക്കെ വന്ന് വിശ്വാസത്തിൻ്റെ പ്രചരണം നടത്തിയത്. അവരുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്ന ധൈര്യവും അവരുടെ ഉള്ളിലുള്ള ആ ക്രിസ്തു സ്നേഹമൊക്കെ എത്രത്തോളം ശക്തമായിരുന്നു. ചിന്തിച്ച് നോക്കിക്കേ, എത്രത്തോളം ശക്തമായിരുന്നു അവർ. നമ്മളെ എനിക്ക് തോന്നുന്നു ഏസാവിനേക്കാളും കഷ്ടം. ഏസാവ് ഒരു പാത്രം പായസത്തിന് വേണ്ടി തള്ളിക്കളഞ്ഞല്ലേ. ഇതുപോലെ പായസപാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എൻ്റെ പ്രിയരെ, ഇതിനെ ഒരു കാരണവശാലും ചെറിയ നൈമിഷികമായിട്ടുള്ള സന്തോഷത്തിൻ്റെ പേരിൽ തള്ളിക്കളയരുതേ. യൂദാപ്പസ്തോലൻ നമ്മൾ പ്രബോധിപ്പിക്കുക, തള്ളിക്കളയരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ജാഗ്രതയുള്ളവരായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട്, ഈ ആമുഖ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിലേക്ക് കിടക്കാം. ഒരാൾക്ക് 1-2 വാക്യങ്ങളൊന്ന് ശബ്ദമുയർത്തി വേഗം ഒന്ന് വായിച്ചാലേ. മതി. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുകയാ, നിങ്ങളുടെ വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് ഞാൻ പ്രബോധിപ്പിച്ചെഴുതുന്നു. ഇവിടെ പ്രബോധനം എന്ന വാക്കിന് ഗ്രീക്കിൽ മൂലപദത്തിൽ കിടക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് എ വേർഡ് ഓഫ് കമാൻഡ്. ആ ഒരു അർത്ഥത്തിലാ, ഒരു കമാൻഡ് ചെയ്യുക. വേർഡ് ഓഫ് കമാൻഡ് ആരാ കൊടുക്കുക? ഒരു ആർമി ചീഫ് ആർമിയിൽ നിൽക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുക. ലെറ്റ് us fight. അങ്ങനെ ഒരു കമാൻഡ്, അതാണ് അവിടെ പ്രബോധിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഗ്രീക്ക് കിടക്കുന്ന മൂലവാക്കിൻ്റെ പദത്തിൻ്റെ അർത്ഥം. പോരാടാനായിട്ട് റെഡി ആയിക്കോ. ഞാൻ ചോദിക്കട്ടെ പ്രിയ, പോരാടണമെങ്കിൽ ആരാ വേണ്ടത്? സൈന്യം വേണം പോരാടണമെങ്കിൽ. ഹല്ലേലൂയ. ആരാ സൈന്യം? ഈ സൈന്യത്തിൻ്റെ പ്രത്യേകത എന്തെന്നാ ഈ 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ബ്രദറെ, ഇവിടെ എവിടെയാ സൈന്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ സൈന്യത്തെക്കുറിച്ച് കാണുന്നില്ലല്ലോ. നോക്കാം നമുക്കവിടെ സൈന്യം ഉണ്ടോ എന്ന്. ഈ സൈന്യത്തിൻ്റെ ക്യാപ്റ്റൻ ആരാന്നറിയാവോ? ആരാ? രക്ഷാനായകൻ നമ്മുടെ കർത്താവാ. ഈ സൈന്യത്തിൻ്റെ ക്യാപ്റ്റൻ രക്ഷാനായകനായ നമ്മുടെ കർത്താവാ. അതിൻ്റെ നായകൻ. ഹി ലീഡ്സ്. ഹല്ലേലൂയ. ആരാ സോൾജിയേഴ്സ്? ആരാ ആർമി? ഇവിടെ പറയുന്നുണ്ട് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച്, അല്ലെങ്കിൽ പൊതുവിലുള്ള രക്ഷ പ്രാപിച്ചവർ, രക്ഷിക്കപ്പെട്ടവർ, പൊതുവിലുള്ള രക്ഷ അനുഭവിക്കുന്നവർ. പക്ഷെ ഒന്നാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന. പൊതുവിലുള്ള രക്ഷ പ്രാപിച്ചാൽ മാത്രം പോരാ, ഈ സൈന്യത്തിൽ അംഗമാകണമെങ്കിൽ ഈ രക്ഷയിൽ വളരുന്നവരും കൂടി ആയിരിക്കണം. എങ്ങോട്ടേക്ക് വളരുന്നവരായിരിക്കണം? വിശുദ്ധിയിൽ വളരുന്നവരായിരിക്കണം. വിശുദ്ധന്മാരാ ഈ സൈന്യത്തിലുള്ളവര്. സാൽവേഷൻ ടു സാങ്ക്ടിഫിക്കേഷനിലേക്ക് വളരുന്നവരായി സൈന്യം. പൊതുവിലുള്ള രക്ഷ ലഭിച്ച ഒരുപാട് പേരെ നമുക്കറിയാം. നമ്മുടെ സഭകളിലൊക്കെ ഉണ്ട് പൊതുവിൽ രക്ഷ ലഭിച്ചവർ. പക്ഷെ വളരുന്നില്ല. വളരാതെ ശുഷ്കിച്ച് കുറെ കഴിഞ്ഞ് ഉണങ്ങി വീണ് പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ,
ഈ ലഭിച്ച രക്ഷയിൽ വളർന്ന് വിശുദ്ധിയും വേർപാടോടെയും ജീവിക്കുന്നവരായി സൈന്യത്തിലുള്ളവർ, അല്ലാത്തവരൊന്നുമില്ല. ചർച്ചിൽ വന്ന് ഇരുന്നാൽ സാധാരണ ഒരു വ്യക്തിയുടെ ചിന്ത, ഇവൻ രക്ഷിക്കപ്പെട്ടവൻ, ഇവൻ അങ്ങ് എത്തുന്ന, അങ്ങ് ചുമ്മാതെയാ. ചർച്ചിന്റെ രജിസ്ട്രി പേര് കയറിയെന്നോ അല്ലെങ്കിൽ ചർച്ചിൽ വന്നിരുന്നെന്നോ ഓർത്തൊന്നും. നമ്മൾ കണ്ടല്ലോ ചർച്ചിൽ ഇരുന്നവർ എത്ര പേര് പോണ്ടെന്ന്. വിശുദ്ധിയിലും വേർപാടിലും വളരുന്നവരാ ഈ ആർമിയിലുള്ളവര്. ഹല്ലേലൂയ. കാരണം താഴോട്ട് നമ്മൾ വാങ്ങിക്കുമ്പോ എന്ന് വെച്ചാ യഥാർത്ഥ രക്ഷ അനുഭവിച്ചവരാ ഈ വിശുദ്ധിയിലേക്ക് വളരുന്നത്. അവർക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ, എൻ്റെ പ്രിയരെ, നമ്മൾ വീഴത്തില്ലെന്നോ നമ്മൾ പാപത്തിൽ വീഴത്തില്ലെന്നോ എന്നൊന്നുമല്ല. നിങ്ങൾ പാപം ചെയ്യുന്നുവെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ എന്താ? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിപ്പാൻ കാൽവരിയിൽ ഒഴുക്കിയ കർത്താവ്. ഈ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വേണം പ്രിയരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ അറിയാൻ മേലാത്ത ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനൊന്നും അല്ല കേട്ടോ നമുക്ക് വേണ്ടി സ്വർഗത്തിലുള്ളത്. എൻ്റെ കുറവുകൾ, എൻ്റെ ബലഹീനത എവിടെന്ന്, ഞാൻ എവിടെയാണ് വീഴുന്നതെന്നും നമ്മുടെ ഉള്ളങ്ങളെയൊക്കെ അറിയുന്ന മഹാപുരോഹിതനാ. ഇത് ഞാൻ പറയുമ്പോൾ പാപത്തിന് ദാസന്മാരായിട്ടിരിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്. കാരണം പാപത്തിന്റെ ദാസന്മാരായിരുന്നു ഒരിക്കൽ നിങ്ങൾ, പക്ഷെ ഇപ്പോൾ കൃപയ്ക്ക് ദാസന്മാരാ. പക്ഷേ രക്ഷിക്കപ്പെടാത്ത ഈ ശരീരത്തിലായിരിക്കുമ്പോൾ വീഴ്ചകൾ വരാം. പാപം ചെയ്യരുത്, പക്ഷെ പാപം ചെയ്താൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമുക്ക് വളരാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ഇതാ. ദൈവസന്നിധിയിലേക്ക് കർത്താവേ ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടേ ക്ഷമിച്ച, അങ്ങനെയൊന്നും അല്ല. അതിന്റെ അർത്ഥം തന്നെ ഞാൻ പാപം ചെയ്തിട്ടില്ലെന്നുള്ള. ഉണ്ടെങ്കിൽ നീ യു സീ, നിനക്ക് തോന്നുമ്പോൾ നിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഇനി വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക്. അങ്ങനെയല്ല, കൃത്യമായി കർത്താവ് എനിക്ക് ഏതാണ്ട് ഈ കാര്യം പറ്റി, എന്നോട് ക്ഷമിക്കണം, തെറ്റിപ്പോയി. വേറെ ആരോടുമല്ല, കർത്താവിൻ്റെ സന്നിധി ഒന്ന് പറയണം. ഞാൻ ഇതാണ്ട് ആ പാപത്തിൻ്റെ, നമ്മളൊരു വക്കീലിനടുക്ക് ചെന്നിട്ട് അങ്ങനെ പറഞ്ഞാൽ വക്കീൽ നമുക്ക് വേണ്ടി വധിക്കും. ഇന്നിപ്പോൾ കർത്താവ് വക്കീലായിട്ട് അവിടെ നിൽക്കുമല്ലേ. നമ്മളേറ്റു പറഞ്ഞു, എനിക്ക് കർത്താവ് എന്നിൽ ഈ ഫോൾട്ട് വന്ന്, ദിസ് പർട്ടിക്കുലർ ഫോൾട്ട് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, യഥാർത്ഥ രക്ഷ അനുഭവിച്ചപ്പോൾ. അതിനടുത്ത് രണ്ടാമത് രണ്ടാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരായി വിളിക്കപ്പെട്ടവർ. ഈ ആർമിയിലുള്ളവരുടെ പ്രത്യേകതയാ, അവർ യഥാർത്ഥ രക്ഷ അനുഭവിച്ചവർ, അവർ വിളിക്കപ്പെട്ടവരാ. ആരാൽ വിളിക്കപ്പെട്ടവരാ? പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരായി വിളിക്കപ്പെട്ടവർക്ക്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മ സംഗമത്തിലാ ഒരു പാപിയുടെ രക്ഷ ഉണ്ടാവുന്ന പ്രിയരെ. ഈ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് ഒന്നിച്ച ഒരുപോലെയാ ഈ രക്ഷയിൽ. പിതാവ് തെരഞ്ഞെടുത്തു, ആദിയിലെ പുത്രൻ രക്ഷണ്യ പ്രവൃത്തിയെ പൂർത്തീകരിച്ച് നമ്മളെ വിലയ്ക്ക് വാങ്ങി. പരിശുദ്ധാത്മാവ് നമുക്കിത് വെളിപ്പെടുത്തി. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോഴാ ശരിക്കും ഈ വീണ്ടും ജനനം ഉണ്ടാവുന്നത്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോഴാ കർത്താവിനെ ഉള്ളം കൊണ്ട് കർത്താവ് നാഥനുമായി നമുക്ക് ഏറ്റുപറയുവാനായിട്ട് സാധിക്കുന്നത്. അതിനെയാ ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതാര് തീരുമാനിക്കണം? അവിടുന്ന് തീരുമാനിക്കണം. വാ കൊണ്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. വാ കൊണ്ട് വെറുതെ പറയുന്ന ഒരുപാട് പേരുണ്ട് പ്രിയരെ ചർച്ചിൽ. നമ്മൾ ഉറപ്പിച്ചോണം, ഞാൻ ആ നിലയിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളങ്ങളിൽ വ്യാപരിച്ചിട്ട് ആ ഒരു ഏറ്റുപറച്ചിൽ എനിക്കുണ്ടായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ രക്ഷ അനുഭവിച്ചവർ, വിളിക്കപ്പെട്ടവർ മാത്രമല്ല, അതിനകത്ത് വേറൊരുമായിട്ട് പറഞ്ഞു, യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും. നമ്മൾ യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാട്ടോ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും നമ്മളും കർത്താവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാ. ഹല്ലേലൂയ.
ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണേ. നമ്മളെ വിളിക്കപ്പെട്ടവരാ, നമ്മൾ കർത്താവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. ഈ സൂക്ഷിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. നിങ്ങൾ ഈ സൂക്ഷിക്കപ്പെട്ടു എന്നുള്ള വാക്ക് അതിൻ്റെ 1:1 വായിക്കുന്നില്ലേ? 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നോക്കിക്കേ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇവർക്ക് ചാടിപ്പോകാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ക്രിസ്തുയേശുവിൽ വിളിക്കപ്പെട്ടവരെ, നമ്മളെയും കർത്താവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആര് നമ്മളെ കാക്കും? കർത്താവ് കാക്കും. അവർക്ക് ചാടിപ്പോകാൻ പറ്റും, അവരെ സൂക്ഷിച്ചിരിക്കുക, പക്ഷെ അവർക്ക് ചാടിപ്പോകാൻ പറ്റത്തില്ല. അങ്ങനെയാണ് നമുക്കും. ഹല്ലേലൂയ. അതിൻ്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. 24-ൽ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. ഹല്ലേലൂയ. എന്തിനാ നമ്മളെ ക്രിസ്തുയേശുവിനായി സൂക്ഷിക്കുന്നത് പ്രിയരെ? ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിറവ് പ്രാപിക്കണം. എന്താ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിറവ്? ഇന്ന് കേൾക്കുന്ന നിറവൊന്നുമല്ല, ഇന്ന് കേൾക്കുന്ന അനുഗ്രഹമൊന്നും. നിങ്ങൾ ആ വാക്യം വായിച്ചു, 1-ാമത്തെ വാക്യം വായിച്ചു നോക്കിക്കേ. സ്നേഹവും കരുണയും സമാധാനവും, ഇതാ ദൈവസ്നേഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിറവ്. കരുണയിലും സ്നേഹത്തിലും സമാധാനത്തിലും നിങ്ങൾ നിറഞ്ഞു വരണം. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ ആര് വേർപെടുത്തും? Nobody can. കാരണം അവൻ എന്നെ സ്നേഹിച്ചിരിക്കുക, അവനാ എന്നെ സ്നേഹിച്ചത്, അവനാ ആദ്യം തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഈ സ്നേഹത്താൽ നാം നിറയുമ്പോഴാ ഈ സ്നേഹനിധിയായ കർത്താവിനെ അധികമായിട്ട് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ഈ സ്നേഹത്താൽ നാം ദിനംതോറും നിറയണം. കർത്താവിൻ്റെ സ്നേഹത്താൽ നാം നിറയണം പ്രിയരെ. എങ്ങനെയാ സ്നേഹത്താൽ നിറയുക ബ്രദറെ? കർത്താവിൻ്റെ കൂടെ നടക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ എങ്ങനെയാ നടക്കുക? വിശുദ്ധിയിലും വേർപാടിലും നമ്മൾ ജീവിക്കുന്നുണ്ടോ? ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ നമ്മളെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. നമ്മെ കാത്തു സൂക്ഷിക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളവരാന്നുള്ള ബോധ്യത്തിൽ നാം ജീവിക്കുന്നുണ്ടേ. ഹല്ലേലൂയ. കർത്താവ് മാത്രമല്ല കേട്ടോ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്നത് നമ്മുടെ ഉള്ളങ്ങളിൽ. അവർ 3 പേരും നമ്മുടെ ഉള്ളങ്ങളിൽ വന്ന് വസിക്കും പ്രിയരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്, എന്തിനായി സ്നേഹത്തിൽ നിറയേണ്ടത്? ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിറവ് പ്രാപിക്കാൻ 2, ക്രിസ്തുവിൽ നമുക്കൊരു പ്രത്യേക സ്ഥാനം ഉണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നമുക്കുള്ളൊരു സ്ഥാനം. എൻ്റെ പ്രിയരെ, ഇപ്രകാരം ഈ നിറവ് പ്രാപിക്കുന്നവരും, ഇപ്രകാരം വിശുദ്ധിയോടും വേർപാടോടും, ഇപ്രകാരമുള്ള യഥാർത്ഥ രക്ഷ പ്രാപിച്ചവരും, ഇപ്രകാരമുള്ള വിളി ലഭിച്ചവരും, ഇവരാ സൂക്ഷിക്കപ്പെടുന്നവർ. ഇവർ സൂക്ഷിക്കപ്പെടും. എങ്ങനെ സൂക്ഷിക്കപ്പെടും? ചുരുക്കത്തിൽ പറഞ്ഞാൽ, പാപവും ന്യായവിധിയും ഏശാതെ സൂക്ഷിക്കപ്പെടും. അങ്ങനെ പാപവും ന്യായവിധിയും. ഹല്ലേലൂയ. പക്ഷേ യൂദാപ്പസ്തലൻ പറയുക, ഇതിനിടയ്ക്ക് നിങ്ങൾ വിശ്വാസത്യാഗികളായി പോയാൽ, ഇതിനിടയ്ക്ക് നിങ്ങൾ ദുരുപദേശത്തിൻ്റെയും ദുരുപദേഷ്ടാക്കന്മാരുടെയും കീഴിലേക്കും വിശ്വാസത്യാഗത്തിലേക്കും പോയാൽ പാപം നിങ്ങളെ യേശും ന്യായവിധിയും യേശും കൈവിടപ്പെട്ടു പോകും. അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുന്നു. ഹല്ലേലൂയ. അതിനുള്ള ചാൻസ് ഉണ്ടേ. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക. ഹല്ലേലൂയ. ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തെ, ഈ പ്രമാണത്തെ മുറുകെ പിടിച്ചോളുക. ഒരു വാക്യം വായിച്ച് നമുക്ക് ഇന്നത്തെ
കുടിവരവ് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. നാം കാണുന്നത് അവിടെ നമ്മളെ ഒരു ആർമിയായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ആർമിയുടെ നായകൻ, രക്ഷാനായകനായ നമ്മുടെ കർത്താവാണ്. നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? ക്രിസ്തുവേശുവിനായി നാം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവർ. എന്തിനാ? ആ അനുഗ്രഹ നിറവ് പ്രാപിക്കേണ്ടതിന്. ഒപ്പം ക്രിസ്തുവിൽ നമുക്ക് നിത്യതയിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. നമ്മളത് പ്രാപിക്കണമെന്ന കർത്താവിൻ്റെ ആഗ്രഹം. കർത്താവിൻ്റെ ആഗ്രഹം അന്ത്യത്തോളം നമ്മൾ വിശ്വസ്തയോടെ നമ്മൾ കൊണ്ട് എത്തിക്കണമെന്നാ. പക്ഷെ നമ്മൾ മറുതലിച്ച് നിന്നാൽ, നമ്മൾ തെറ്റിപ്പോയാൽ, നമ്മൾ വചനത്തിൽ അടിസ്ഥാനത്തിൽ നിൽക്കുന്നില്ല എങ്കിൽ വീണു പോകും. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 21-22 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 2 പത്രോസ് തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അതറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇത് വരാതിരിക്കാനായിട്ട് പ്രാർത്ഥനയോടെ, ഹല്ലേലൂയ, ആത്മാർത്ഥതയോടെ, തുറന്ന മനസ്സോടെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ ഇൻവൈറ്റ് ചെയ്യാത്ത, കർത്താവിനെ കയറ്റാത്ത എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളെല്ലാം ഓപ്പൺ ചെയ്ത്, ഇനിയും ഞാൻ എന്നിലുള്ള ചില ഏരിയാസിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നിട്ടില്ല, കർത്താവ് കയറിയാൽ ശുദ്ധി വരുത്തും. ഹല്ലേലൂയ. ആ ഒരു മനസ്സോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ നമ്മളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരാൾക്ക് പ്രാർത്ഥിച്ച് നമുക്ക് കൂട്ടായ്മ അവസാനിപ്പിക്കാം.